പ്രിയപ്പെട്ടവരെ, വരും ആഴ്ചയിലെ 2025 ഏപ്രിൽ 20 മുതൽ 26 വരെ ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ശ്രദ്ധയോടെ കേൾക്കുക, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചേക്കാം. അശ്വതി, ഈ ആഴ്ച നിങ്ങൾക്ക് കർമ്മരംഗത്ത് നല്ല പുരോഗതി കാണുന്നു. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ഒഴിഞ്ഞുപോവുകയും ശാന്തമായ ഒരന്തരീക്ഷം സംജാതമാവുകയും ചെയ്യും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് വിജയകരമാകും. ഈശ്വരചിന്ത വർദ്ധിക്കും. ക്ഷേത്രദർശനവും പുണ്യസ്ഥല സന്ദർശനവും പ്രതീക്ഷിക്കാം. ഭരണി, രോഗദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള സാധ്യത കാണുന്നു. നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും. ഭക്ഷണത്തിൽ താൽപ്പര്യം വർദ്ധിക്കും. താമസസ്ഥലം മാറാൻ സാധ്യതയുണ്ട്. ഒന്നിലധികം വഴികളിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം. കാർത്തിക, വാഹനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഭക്ഷണകാര്യത്തിൽ അല്പം ശ്രദ്ധ കുറയാൻ ഇടയുണ്ട്. ബന്ധുക്കൾ വഴി പല കാര്യങ്ങളും സാധ്യമാകും. പ്രണയബന്ധങ്ങൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളുണ്ടാകും. മുമ്പ് മറ്റൊരാൾക്ക് കൊടുത്ത പണം തിരികെ ലഭിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും. രോഹിണി, ഈ ആഴ്ച നിങ്ങൾക്ക് പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ധനം സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പലവിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടിവരും. ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും. മകയിരം, വളരെക്കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ആഴ്ച നിറവേറും. പുതിയ നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉടലെടുക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് കാര്യങ്ങൾ തീരുമാനത്തിലെത്തും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. തിരുവാതിര, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച പ്രശസ്തി ലഭിക്കും. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും. ജോലിയുടെ ഭാഗമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടിവരും. അവസരത്തിനൊത്ത് പ്രവർത്തിച്ചാൽ വലിയ ദുരന്തങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. പുണർദം, നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്ത കടം ഈ ആഴ്ച തിരികെ ലഭിക്കും. ബന്ധുക്കളുമായി ഒത്തുചേരലുകളുണ്ടാകും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാൻ കഴിയും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ യോഗമുണ്ട്. സഹോദരങ്ങളിൽ നിന്ന് നല്ല അനുഭവങ്ങളുണ്ടാകും. പൂയം, വിദ്യാർത്ഥികൾക്ക് മത്സരപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ഔദ്യോഗിക രംഗത്ത് അംഗീകാരം ലഭിക്കും. വിവാഹകാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയും. നിങ്ങളുടെ കർമ്മരംഗം കൂടുതൽ മെച്ചപ്പെടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഇരുചക്രവാഹനം വാങ്ങാൻ സാധ്യത കാണുന്നു. ആയില്യം, ഊഹക്കച്ചവടത്തിൽ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. ചിട്ടി, ഭാഗ്യക്കുറി തുടങ്ങിയവയിൽ നിന്ന് ധനലാഭമുണ്ടാകാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നേക്കാം. രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. മകം, ഗൃഹനിർമ്മാണം പുരോഗമിക്കും. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പ്രവർത്തന രംഗത്ത് നിങ്ങൾ ശോഭിക്കും. എന്നാൽ ആലോചിക്കാതെ ചെയ്ത ചില കാര്യങ്ങളെ ഓർത്ത് മനസ്സിന് വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. പൂരം, ഈ ആഴ്ച നിങ്ങൾക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ബിസിനസ്സിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാകും. സ്ഥലമാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ധനലാഭത്തിനും സാധ്യത കാണുന്നു. വീട്ടിൽ ശാന്തമായ ഒരന്തരീക്ഷം കൈവരും. കലാരംഗത്ത് മികച്ച നേട്ടങ്ങളുണ്ടാകും. ഒന്നിലധികം തവണ ദീർഘയാത്രകൾ ചെയ്യേണ്ടിവരും. ഉത്രം, ഈ ആഴ്ച നിങ്ങൾ ബന്ധുക്കളുമായി കൂടുതലടുത്ത് ഇടപഴകും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും. പൈതൃക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾക്കിടയിൽ ചെറിയ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. അസ്ഥാനത്ത് സംസാരിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കാൻ ഇടയുണ്ട്. അത്തം, ആരോഗ്യപരമായ ചില വിഷമതകൾ ഈ ആഴ്ച നിങ്ങളെ അലട്ടിയേക്കാം. വീടിനും വാഹനത്തിനും അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരും. പുതിയ ചില പദ്ധതികളിൽ നിങ്ങൾ പണം മുടക്കും. മാനസികമായി അല്പം സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനങ്ങൾ ലഭിക്കും. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. ചിത്തിര, ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ഈ ആഴ്ച ശമിക്കും. വാഹനയാത്രകളിൽ ശ്രദ്ധിക്കുക. വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും. ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വൈദ്യസന്ദർശനവും ഔഷധസേവയും വേണ്ടിവരും. ചോതി, ഈ ആഴ്ച നിങ്ങൾക്ക് രോഗദുരിതങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേന കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ബന്ധുക്കളെ പിരിഞ്ഞു താമസിക്കേണ്ടിവരും. സുഹൃത്തുക്കളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. വിശാഖം, വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ കൈവരിക്കും. മത്സരപരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. അനിഴം, ഈ ആഴ്ച നിങ്ങൾക്ക് തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക വിജയം കൈവരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ
നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും. പൊതുപ്രവർത്തകർക്ക് പ്രശസ്തി വർദ്ധിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തൊഴിലുകളിൽ ഏർപ്പെടാൻ സാധിക്കും. ബിസിനസ്സിൽ കൂടുതൽ പണം മുടക്കേണ്ടിവരും. സുഹൃത്തുക്കളുമായി ഒത്തുചേരലുകളുണ്ടാകും. പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും. തൃക്കേട്ട, പരുക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലിയിൽ നിന്ന് വിട്ടുനിന്നവർക്ക് ഈ ആഴ്ച തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ചില ഔഷധങ്ങളിൽ നിന്ന് അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശ്രമം കുറയും. ബിസിനസ്സിൽ നിങ്ങൾ മികവ് പുലർത്തും. സാമ്പത്തികമായി അനുകൂലമായ സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നുള്ള ചില പരാതികൾ കേൾക്കേണ്ടിവരും. യാത്രകൾ ആവശ്യമായി വരും. മൂലം ഈ ആഴ്ച നിങ്ങൾക്ക് സന്താനഗുണം അനുഭവിക്കാൻ സാധിക്കും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ഭൂമിയിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭമുണ്ടാകും. വിവാഹാലോചനകളിൽ നല്ല ബന്ധങ്ങൾ ലഭിക്കും. ധനപരമായി ഈ ആഴ്ച അത്ര നല്ലതല്ല. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. സൗഹൃദങ്ങളിൽ ചില ഉലച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൂരാടം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ വിഷമതകൾ കുറയും. മാനസികമായ സന്തോഷം വർദ്ധിക്കും. പ്രവർത്തനങ്ങളിൽ നേട്ടം കൈവരിക്കും. പരീക്ഷകളിൽ വിജയമുണ്ടാകും. തൊഴിൽപരമായ യാത്രകൾ ആവശ്യമായി വരും. ഏറ്റെടുത്ത കാര്യങ്ങളിൽ വിജയം നേടും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ബന്ധുജനങ്ങളുമായി ഒത്തുചേരും. ഉത്രാടം, ഈ ആഴ്ച നിങ്ങൾക്ക് സുഹൃത്തുക്കളിൽ നിന്ന് സഹായ വാഗ്ദാനങ്ങൾ ലഭിച്ചെങ്കിലും അവർ പിന്മാറാൻ സാധ്യതയുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിവാഹാലോചനകളിൽ തീരുമാനമാകും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കുറയും. സന്താനങ്ങൾക്കു വേണ്ടി പണം ചെലവഴിക്കേണ്ടിവരും. പൊതുപ്രവർത്തന രംഗത്ത് വിജയം കൈവരിക്കും. തിരുവോണം, ഈ ആഴ്ച നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാകും. പണമിടപാടുകളിൽ കൃത്യത പാലിക്കുക. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാൻ കഴിയും. വീട്ടിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. തൊഴിൽപരമായ പുരോഗതിയുണ്ടാകും. യാത്രകൾ ചെയ്യേണ്ടിവരും. കണ്ണുകൾക്ക് രോഗസാധ്യത കാണുന്നു, ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായി ഒത്തുചേരലുകൾ ഉണ്ടാകും. അവിട്ടം, ഈ ആഴ്ച നിങ്ങൾക്ക് കഫജന്യ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. സാധ്യമെങ്കിൽ ദീർഘയാത്രകൾ ഒഴിവാക്കുക. പണമിടപാടുകളിലും ശ്രദ്ധിക്കുക. മാനസിക പിരിമുറുക്കം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളുണ്ടാകാനിടയുണ്ട്. തൊഴിലിൽ നിന്ന് പ്രതീക്ഷിച്ച ധനലാഭം ഉണ്ടാകില്ല. പൊതുവെ ഈ ആഴ്ച അത്ര തൃപ്തികരമായിരിക്കില്ല. ചതയം, ബന്ധുക്കളുമായി നിലനിന്നിരുന്ന ഭിന്നതകൾ ഈ ആഴ്ച ശമിക്കും. ധനപരമായ വിഷമതകളെ തരണം ചെയ്യാൻ കഴിയും. ഔഷധസേവ അവസാനിപ്പിക്കാൻ സാധിക്കും. യാത്രകൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായി നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കും. ഇഷ്ടമുള്ള കാര്യങ്ങൾ സാധിക്കും. യാത്രകൾ വഴി നേട്ടങ്ങളുണ്ടാകും. കടങ്ങൾ വീട്ടാൻ സാധിക്കും. പൂരുരുട്ടാതി, ഈ ആഴ്ച നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയും. ബന്ധുഗുണം വർദ്ധിക്കും. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. ഭാഗ്യം വർദ്ധിക്കും. ഭൂമിയിൽ നിന്ന് ധനലാഭമുണ്ടാകും. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. മോഷണശ്രമങ്ങൾക്ക് ഇരയാകാതെ ശ്രദ്ധിക്കുക. ഉത്രട്ടാതി, ഔദ്യോഗിക രംഗത്ത് നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ബന്ധുജനങ്ങളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ടിവരും. വിദേശത്തുനിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും. സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങളുണ്ടാകും. ദാമ്പത്യപരമായ ഭിന്നതകൾ ശമിക്കും. തൊഴിൽ മേഖല ശാന്തമാകും. ആരോഗ്യപരമായ ചില വിഷമതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനഗുണം അനുഭവിക്കും. രേവതി, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച പ്രശസ്തി ലഭിക്കും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടിവരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് വിജയമുണ്ടാകും. ശരീരത്തിന് സുഖം വർദ്ധിക്കും. വിവാഹമാലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ ലഭിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞെന്നുവരില്ല. ഓരോരുത്തരുടെയും ജന്മനക്ഷത്രത്തെയും മറ്റ് ഗ്രഹസ്ഥിതികളെയും ആശ്രയിച്ച് ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. എങ്കിലും ഈ ആഴ്ചയിലെ പൊതുവാന പ്രവണതകൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു എന്നു മാത്രം. എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു.